തട്ടണോ? അവിടെ തട്ടല്ലേ, അവിടെ ഓയിൽ ലീക്ക് ഉണ്ട് കേട്ടോ. ഹലോ ഗേസ്, ഞങ്ങൾ ഇന്നുള്ളത് ട്രിവാൻഡ്രം വർക്കലയിലെ സാഗരി കൺസ്ട്രക്ഷൻസിൻ്റെ കൂടെയാണ്. ട്രിവാൻഡ്രം കല്ലമ്പലത്ത് തന്നെ ഒരു സൈറ്റിലേക്കാണ് വന്നത്. പക്ഷേ വണ്ടി കയറാൻ പറ്റിയ സൈറ്റല്ലായിരുന്നു. അങ്ങനെ സാഗരിയുടെ തന്നെ JCB കൊണ്ടുവന്നാണ് ലാസ്റ്റ് സൈറ്റ് റെഡിയാക്കാൻ നോക്കിയത്. നല്ല ടാസ്ക് തന്നെയാണ്. സാഗർ ബ്രോ തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത്. JCB പുള്ളി തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 10-15 മിനിറ്റിൻ്റെ പരിപാടിക്ക് ശേഷം എന്തായാലും നമ്മുടെ വണ്ടി കയറാനുള്ള വഴി റെഡി ആയിട്ടുണ്ട്. പക്ഷെ സമയം വന്ന് ഏകദേശം 1:50 ആയിട്ടുണ്ട്. പുലർച്ചെയാണ് 1:50. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ വഴി എങ്ങനെയെങ്കിലും വണ്ടി കയറ്റി ലോഡ് കുത്തുക എന്നുള്ളതാണ്. ഇല്ല രണ്ട് മൂന്ന് തവണ വണ്ടി കയറ്റാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ലാസ്റ്റ് ഒരു ഡിസിഷനിൽ എത്തിയിട്ടുള്ളത് താഴെ പോയി വണ്ടി U-ടേൺ എടുത്ത് വന്നു. അതായത് റൈറ്റ് സൈഡ് ചേർന്നൊന്നും കൂടെ കയറ്റാനുള്ള പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനായി ഞാൻ സുമേഷനും കൂടെ തന്നെയാണ് താഴോട്ട് പോകുന്നത് വണ്ടി U-ടേൺ എടുക്കാനായിട്ട്. ഡെവലപ്പ് ഇട്ടുകൊണ്ടിരുന്നതിനിടയ്ക്കാണ് നമുക്ക് അടുത്തൊരു വലിയ പണം കിട്ടുന്നത്. നമ്മുടെ ഡിഫറൻഷ്യൽ ലോക്കിൻ്റെ യൂണിറ്റ് പൊട്ടിപ്പോയത്. അതെന്ത് പറ്റിയതെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാനും സുമേഷമ്മയുടെ അടിക്കുകയെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ഓട്ടോമാറ്റിക് സ്വിച്ചിൻ്റെ സൈഡിൽ നിന്നാണ് പൊട്ടൽ നമ്മൾ കാണുന്നത്. നമുക്ക് ഓടിപ്പോകാല്ലോ, കുഴപ്പമില്ലല്ലേ. അവളിന്റെ സ്വിച്ച് നിട്ടാ നോക്കട്ടെ. ചുമ്മാ നിട്ടേ. ഒരു പണിവാളിയെ പോലെ തോന്നാണ്. ബ്രോ മതിയാന്ന് വെച്ചേ.
ആദ്യ അറ്റംപ്റ്റിൽ തന്നെ വണ്ടി ഇടുന്നത് സ്ലിപ്പായെങ്കിലും പക്ഷെ നമ്മൾ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ വണ്ടി ഫുള്ളായിട്ട് തിരിച്ച് കയറുകയായിരുന്നു. വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വിചാരിച്ചു ഇനി കിടന്ന് കറങ്ങുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്യാനും പറ്റില്ല, കാരണം ആ കേസിൻ്റെ സ്വിച്ചാണ് ഒടിഞ്ഞു പോയതെല്ലാം. ഈ അടുത്ത ലോഡ് എടുക്കാനായിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് തെങ്കാശിക്ക് തന്നെയാണ്. ഈ ലോഡും വന്നത് തെങ്കാശിയിൽ നിന്ന് തന്നെയാണ്. ഏത് ക്രഷറാണെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. നമുക്ക് 20 mm ഇനി ഇപ്പോൾ എടുക്കാനുള്ളത്. ഞാനും സുമേഷനും നമ്മുടെ വേറൊരു പയ്യനും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ കിളിമാനൂർ എത്തിയതിന് ശേഷം സുമേഷ് എണ്ണം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട് കയറുകയും ഞാനാണ് ഇനി കുറച്ച് നേരം ഓട്ടിക്കാനായിട്ട് പോകുന്നത്. കൈ നിറച്ച് പോകുമ്പോഴേ അതെ നമുക്ക് വളം തരും. അതെ അതെ, നമുക്ക് വീതി ഉണ്ടായിട്ട് എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം. അങ്ങനെ നമ്മൾ ഏകദേശം കുറ്റാലം കഴിഞ്ഞിട്ടുള്ള ഒരു കടയിൽ ഫുഡ് കഴിക്കാനുള്ള പരിപാടിക്ക് നിർത്തിയേക്കുവാണ്. സുമേഷനൊക്കെ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളവിടെ നിർത്തിക്കുക. 6 മണിയായിട്ടുണ്ട് സമയം. വണ്ടിയുടെ അല്ലേ? അല്ല, ഉണ്ട് ബാക്കിലുണ്ടെന്ന്. ആ സൈഡിലുണ്ട്. സൈഡിലാ ഇങ്ങനെ കഴിക്കൂ. പഞ്ചാര പിടിച്ചോ, ഇത് പിടിച്ച് സ്വന്തമായിട്ട് കഴിച്ചു. പഞ്ചാരാണോ? ഓ, കുറച്ച് അറിഞ്ഞു വരുന്നതായി അവിടെ ഇഷ്ടം പോലെ കേട്ടാ. ഇവിടെ
ഉള്ളത് എല്ലാം നല്ല വാലാണ്. വലിയ മയിലുകള്. പീലി ഇവിടെ നല്ലൊരു പീലി കിട്ടും. ഇവിടെ നോക്കിയാൽ പീലി കിടപ്പുണ്ടാവും. അങ്ങനെ എന്തായെന്നറിയോ, ഒരു ജെറ്റ് വരാൻ ഇതിന് പുറകെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് അങ്ങോട്ട് പോയപ്പോഴൊക്കെ ഇവരവിടെ എല്ലാം പൊടിയൊക്കെ പറത്തിക്കൊണ്ട് വരുന്നത്. ഞാനത് സ്ലോവിലാക്കിയ വണ്ടി. അപ്പോൾ അവിടെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇവരങ്ങ് ബാക്കിലോട്ടായി. ഞാനങ്ങ് ഓടിയും പോയി. അപ്പോൾ ഇവിടുന്ന് അടിച്ച് കീറി അങ്ങ് വന്നു. ഞാൻ അങ്ങോട്ടാണെന്ന് പറഞ്ഞു ചോദിക്കുന്നു. ദൂരം മയിലല്ലേ. അങ്ങനെ സംഭവം ഇവിടുന്ന് ബൈക്കുകാരൻ പുറയിലുണ്ടായിരുന്നു. ബൈക്കുകാരൻ അവിടെ വന്നിട്ട് പരാതി P3 വന്നിട്ട് എന്നൊക്കെ മാനേജ് സുമേഷായിരുന്നു ഇപ്പൊ നല്ല സ്പീഡിൽ ഇങ്ങോട്ട് വന്നേ. മലയാളികളാണോ? ഞാനിപ്പോ വന്നതാണ്. പക്ഷെ ഞാൻ പതുക്കാണല്ലോ സ്പീഡിലെ വണ്ടി വിടത്തില്ലെന്ന് പറഞ്ഞു. എന്താ പറയാ, നമ്മളിവിടെ സ്ഥിരം വരില്ല, നമുക്ക് അതുകൊണ്ട് അറിയാം ഈ റൂട്ടിൽ കൂടെ ഒക്കെ എങ്ങനെ വരണമെന്ന്. ബൈക്കാർ വന്നാൽ പോലും നമ്മൾ സൈഡ് ഒരു ബൈക്കാരൻ വന്നാലും നമ്മൾ സൈഡ് ഒതുക്കി അവൻ പോയിട്ട് നമ്മൾ പോകും. കാരണം അവർ ഇന്നലെ കൊണ്ടിട്ട് ഇന്നലെ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇവിടെ P3 എന്ന് പറഞ്ഞായിരുന്നു. ചേട്ടാ അവിടെ മൊത്തം ഭയങ്കര കുഴിയാണ്, എന്തായാലും കൊണ്ടിടണേന്ന് പറഞ്ഞായിരുന്നു. നീ ഇന്ന് രാത്രി കൊണ്ടിട്ടതായിരുന്നു. 16 വീല് കിടക്കുന്നുണ്ടല്ലോ. ഇഷ്ടം പോലെ കിട്ടാൻ ഇതല്ല പോകും. രാത്രി പ്ലാൻ ഒക്കെയില്ല, ഓടിയേക്കുന്നില്ലേ. ഞങ്ങൾ നേരെ എത്തിയിരിക്കുന്നത് തമിഴ്നാട് തെങ്കാശിയിലെ V3 ക്രഷറിലാണ്. 20 mm ആണ് നമ്മുടെ ലോഡ് ഇന്നത്തേക്ക് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ലോഡിനായിട്ടുള്ള ടോക്കണും മേടിച്ച് സുമേഷ് നേരെ പോകുന്നത് ലോഡിംഗ് പോയിന്റിലേക്ക് പോയിന്റ് ചെയ്ത് ഇട്ട് കൊടുക്കാനായിട്ടാണ്. വാഷ് ചെയ്യാല്ലേ? വാഷ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഏകദേശം ലോഡെല്ലാം കെട്ടി നേരെ വേ ബ്രിഡ്ജിലേക്ക് തൂക്കിയാണ്. ബാക്കി ഇനി കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് അറിയാനായിട്ട്. നമ്മുടെ ലോഡുള്ള ചേട്ടൻ വന്ന് വെയിറ്റ് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് പാഴ്സൽ ലോഡ് മാത്രമേ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുമേഷ് എന്നോട് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഇത്ര വേണമെന്നുള്ളത്. കാരണം അതിൻ്റെ മീറ്ററിൽ നോക്കുമ്പോൾ വേ ബ്രിഡ്ജിൻ്റെ മീറ്ററിൽ നോക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും ഇത്ര ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഏകദേശമൊക്കെ കറക്റ്റായി. അങ്ങനെ അവിടെ നിന്ന് ഏകദേശം 11 മണിയായപ്പോഴത്തേക്ക് ലോഡും കയറ്റി ഇറങ്ങി നേരെ എനിക്ക് കേരളത്തിൽ ഇറങ്ങി. നിങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തത് തൊട്ട് ഞാൻ കണ്ണും തുറന്ന് കമ്മി കിടക്കണേ. ഇപ്പൊ ഉറക്കം വരുമായിരിക്കും, ഇപ്പൊ ഇറങ്ങാൻ പറ്റും. അത് ഉറങ്ങിയെന്നാ.